ഹലോ മച്ചന്മാരെ, നമ്മളൊരു ഡോക്യുമെൻ്ററിയെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് കുറേ കാലം ഡോക്യുമെൻ്ററി റിവ്യൂ ചെയ്യുന്നത് വേറെ നമ്മുടെ കൂട്ടത്തായി കൊലക്കേസ് നമുക്ക് എല്ലാവർക്കും അറിയാൻ കാര്യമാണ്. ജോളി എന്ന് പറയുന്ന ഒരു ക്രൂരമായ സ്ത്രീയുടെ ഒരു പ്രാർത്ഥന ഏകദേശം 5ഓളം പേര് അവർ കൊല ചെയ്യപ്പെട്ടു. അതൊരു ഡോക്യുമെൻ്ററി ഇതിൽ തന്നെ വീണ്ടും ഒരു പുനരാവിഷ്കാരം സംഭവിക്കുകയാണ്. കാരണം ഡോക്യുമെൻ്ററി പറയുമ്പോൾ അന്നേ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇതിൽ ടി വിയിൽ പോലെ ഷൂട്ട് ചെയ്ത പോലെ തന്നെ അവരിതിൽ കാണിക്കുന്നുണ്ട്. അതിൽ ഇപ്പോൾ കഥാപാത്രം മാത്രം ചെറുതായിട്ട് ചേഞ്ച് വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം നോക്കി തന്നെ. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ പോലീസുകാരുടെ എങ്ങനെയാണ് അന്വേഷണം നിരീക്ഷണം അതൊക്കെ തന്നെ ഇതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ജോലിയെക്കുറിച്ച് പറയുമ്പോൾ ഏകദേശം ഒരു 5 പേരെ ആയിരുന്നു അവർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് അവർ അമ്മായിയമ്മയെ കൊല ചെയ്യപ്പെടുന്നു, പിന്നെ അമ്മായച്ചനെ, പിന്നെ സഹോദരനെ, പിന്നെ കുട്ടി, അങ്ങനെ ഒരുപാട് ആൾക്കാർ കൊല്ലുന്ന ഭാഗം കാണിച്ചിട്ടുണ്ട്. അത് കറി ഓഫ് സൈനൈഡ് എന്നാണ് ഇതിൻ്റെ ടൈറ്റിലവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം കറിയിൽ അവർ സൈനൈഡ് യൂസ് ചെയ്യുന്ന പലരെയും കൊല്ലപ്പെടുന്ന ഭാഗം കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ജോലി ഒരു ലെക്ചറാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു ID കാർഡ് ക്രിയേറ്റ് ചെയ്യുന്നു, രാവിലെ തൊട്ട് വൈകുന്നേരം ക്യാനിങ് സ്പെൻഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ വീട് തിരിച്ചു വരുന്നു. അപ്പോൾ നാട്ടിൽ തന്നെ നല്ല വില തന്നെ, യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ എങ്ങനെയൊക്കെയോ ഇതിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. പിന്നീട് നമുക്ക് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഡോക്യുമെൻ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലിം പോലെ തന്നെ കൂടുതൽ എൻജോയ്, എന്താ പറയുക, ഒരു വളരെയധികം സാഹസികമായിട്ട് അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും ശ്രമിച്ചിട്ടില്ല. അപ്പോൾ അന്നത്തെ കാലത്തായിട്ട് എങ്ങനെ ഡോക്യുമെൻ്ററി അല്ലെങ്കിൽ പോലീസുകാർ നമ്മൾ സ്റ്റോറി പറയില്ല, നമ്മുടെ FIR പറഞ്ഞ പോലെ തന്നെ അത് ഇത് തന്നെയാണ് യൂസ് ചെയ്തിട്ടില്ല. എങ്കിലും പുറത്ത് തന്നെ നിരാശപ്പെടുത്തുന്നില്ല. കാരണം തീർച്ചയായിട്ടും ഞെട്ടിപ്പോയി. കാരണം നമുക്ക് അന്ന് എന്താ പറയുക, പത്രത്തിലുള്ള വായിച്ചുള്ള അനുഭവം തന്നെയാണ്. പക്ഷേ ഇതൊരു ഡോക്യുമെൻ്ററി ആയിട്ട് നമ്മുടെ സ്ക്രീൻ സ്പേസ് തന്നെ കാണിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ തീർച്ചയായും ഞെട്ടിപ്പോയി. വളരെ കൈയടി തന്നെ അറിയാത്ത കാര്യം തന്നെയാണ്. നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാണ് ഈ ഡോക്യുമെൻ്ററി. അപ്പോൾ കാണാൻ താല്പര്യം ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതായിരിക്കും. ബൈ ബൈ ഫ്രണ്ട്സ്.